ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അയിലക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ അയില ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അയിലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 മുറി നാളികേരം ചെരുകി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ആണ് ഞാൻ ഈ കറിയിലേക്ക് എടുക്കുന്നത്. അപ്പോൾ പകുതി നാളികേരം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇടാണ് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ ഉലുവ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അരവ് മീൻ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 പച്ചമുളക് നെടുകെ കീറിയത്, 1 മീഡിയം സൈസ് ഇഞ്ചി നല്ല പോലെ ചതച്ച് വെച്ചിട്ടുള്ളത്, 2 ചുവന്നുള്ളി നല്ല പോലെ ചതച്ച് വെച്ചിട്ടുള്ളത്, 2 തണ്ട് കറിവേപ്പില, ഇത് 2 മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മാങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു. എന്നിട്ടിത് നല്ല പോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഇനി മീൻകറി നല്ല പോലെ തള വരണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അങ്ങനെ അയിലക്കറി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളിയും വേപ്പിലൊക്കെ ഇട്ടിട്ട് താളിച്ചിട്ട് ഒഴിക്കാം. അപ്പോൾ ഉള്ളി കാച്ചി വയ്ക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും ഇടാം. ഇത് റെഡ് കളറായി വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്യാം. ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മീൻകറിയിലേക്ക് താളിച്ചൊഴിക്കാം. മാങ്ങയിട്ട അയിലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.